വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഏകദേശം ഈ അളവിൽ തന്നെ എടുക്കുക, കൂടി പോയതൊന്നും. പിന്നെ ഒരു 10-12 പുതിനയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ അവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുതിർത്തി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. ഒരു 10-15 അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ട് അതൊരു 10 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതി. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള നന്നായിട്ട് നുറുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഇനി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ അതേ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഹരിയാലി എഗ് കുർമയാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അതാണ് കൂടുതൽ നന്നാവുക, കാരണം നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3ഓ 4ഓ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ മസാല വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മുട്ടയിൽ മസാല പിടിക്കും. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഇതേപോലെ തന്നെ ആക്കി കൊടുക്കും. ഇനി ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. ഇനി ജസ്റ്റ് 1-1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറുകിയിട്ടിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നല്ല കിടിലൻ റെസിപ്പീസ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.